Hello students, welcome to the next experiment of CNE lab. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് configuring a network topology with single router. ഒരു റൗട്ടർ വെച്ച് എങ്ങനെ നമുക്കൊരു നെറ്റ്വർക്ക് ടോപ്പോളജി കോൺഫിഗർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. So let's go to the first slide. നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ ആണ്, പാക്കറ്റ് ട്രേസർ സോഫ്റ്റ്വെയർ. ഓക്കെ, സോ പാക്കറ്റ് ട്രേസർ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് നമുക്കതിൻ്റെ ബേസിക് ഡെഫിനിഷൻ എന്താണെന്നുള്ളത് പഠിക്കാം. പാക്കറ്റ് ട്രേസർ ഇസ് എ ക്രോസ് പ്ലാറ്റ്ഫോം വിഷ്വൽ സിമുലേഷൻ ടൂൾ. ഓക്കെ, ഇറ്റ്സ് എ വിഷ്വൽ സിമുലേഷൻ, ശരിക്കുള്ളതല്ല, വിഷ്വൽ സിമുലേഷൻ ആണ്, ഡിസൈൻഡ് ബൈ സിസ്കോ സിസ്റ്റംസ് that allows user to create network topologies and imitate modern computer networks. അതായത് സിസ്കോ സിസ്റ്റംസ് ആണ് ഈ പറയുന്ന പാക്കറ്റ് ട്രേസർ എന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്. അത് എന്താണ് ചെയ്യുന്നത്? നെറ്റ്വർക്ക് ടോപ്പോളജീസിനെ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ഓരോ ഫങ്ഷനാലിറ്റീസിനെയും ഇമിറ്റേറ്റ് ചെയ്യുന്നു. സോ ഒരു നെറ്റ്വർക്ക് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പഠിക്കാൻ നമുക്ക് പാക്കറ്റ് ട്രേസർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ കാണുന്നതാണ് പാക്കറ്റ് ട്രേസർ സോഫ്റ്റ്വെയർ. സോ ഈ പാക്കറ്റ് ട്രേസർ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഒരു നെറ്റ്വർക്ക് ടോപ്പോളജി കോൺഫിഗർ ചെയ്യുന്നത്. ഓക്കെ, സോ സിംഗിൾ റൗട്ടർ ഉള്ള ഒരു നെറ്റ്വർക്ക് ടോപ്പോളജിയാണ് നമ്മൾ കോൺഫിഗർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി നമ്മളൊരു റൗട്ടർ സെൻട്രലായിട്ട് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇനി രണ്ട് നെറ്റ്വർക്കിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് സ്വിച്ചുകളെ ഘടിപ്പിക്കുന്നു. ഒരു സ്വിച്ചായി, അതുപോലെ രണ്ടാമത്തെ സ്വിച്ചായി. ഇനി എൻഡ് ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ 3 PC-കളെ ഓരോ നെറ്റ്വർക്കിലേക്കും അസൈൻ ചെയ്യുന്നു. ഫസ്റ്റ് PC, സെക്കൻഡ് PC ആൻഡ് തേർഡ് PC. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് നെറ്റ്വർക്കിലേക്ക് നമ്മൾ 3 PC അസൈൻ ചെയ്യുന്നു. ഒരു PC, 2 PC ആൻഡ് തേർഡ് PC. ഓക്കെ, സോ ഡിവൈസസ് എല്ലാം റെഡിയായി. സോ നൗ വി ഹാവ് ടു ഡു ദ നെറ്റ്വർക്കിംഗ്. അതിനായിട്ട് നമ്മൾ കേബിൾ കൊടുക്കുന്നു. ഫസ്റ്റ് PC-യിൽ നിന്നുകൊണ്ട് we take a cable to the router. അതുപോലെ സെക്കൻഡ് PC-യിൽ നിന്നുകൊണ്ട് we give another cable to the router. Same way another cable to the router. So we have established the connection between 3 PCs and the switch. ഇനി സ്വിച്ചിൽ നിന്ന് റൗട്ടറിലേക്ക് ഒരു കേബിൾ. ഓക്കെ, സോ ഒരു നെറ്റ്വർക്കിൻ്റെ കണക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നൗ വി ഗോ ടു ദ സെക്കൻഡ് നെറ്റ്വർക്ക്. സ്വിച്ചിൽ നിന്ന് ഫസ്റ്റ് PC ടു ദ സെക്കൻഡ് PC ആൻഡ് തേർഡ് PC. നൗ സെക്കൻഡ് സ്വിച്ചിൽ നിന്ന് റൗട്ടറിലേക്കുള്ള കണക്ഷനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ എല്ലാ കണക്ടിവിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഇനി ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് സെറ്റിങ്സ് ഓരോ PC-യിലും റൗട്ടറിലും ചെയ്യാനുണ്ട്. സോ ഇൻ ദ PC ബേസിക്കലി നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, IP അഡ്രസ്സ് കൊടുക്കണം. ഓക്കെ, അതിനായി ഫസ്റ്റ് PC സെലക്ട് ചെയ്യുന്നു. അതിൽ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, IP കോൺഫിഗറേഷൻ. സോ IP അഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. IP അഡ്രസ്സായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് 192.168.1.2. ഓക്കെ, subnet mask by default 255.255.255.0. Okay,
അടുത്ത പി സിയിലേക്ക് again select desktop, IP configuration, IP address 192.168.1.3. again same subnet mask. third PC select ചെയ്യുക, അതിൽ desktop എടുക്കുക, IP configuration 192.168.1.4. so ഫസ്റ്റ് നെറ്റ്വർക്കിലെ 3 പി സിയും കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു. സ്വിച്ചിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, അതിന് സ്വന്തമായിട്ടൊരു IP അഡ്രസ്സിൻ്റെ ആവശ്യമില്ല. അത് ജസ്റ്റ് ട്രാഫിക് ചാനൽ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഡിവൈസാണ്. ഓക്കെ, സോ ഒരു റൗട്ടറിൻ്റെ 2 നെറ്റ്വർക്ക് കണക്ട് ചെയ്യാനായിട്ടാണ് ഒരു റൗട്ടർ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് നെറ്റ്വർക്കിൻ്റെ പോർട്ട് അഡ്രസ്സിലേക്ക് നമ്മൾ അതിൻ്റെ നെറ്റ്വർക്ക് ID അല്ലെങ്കിൽ ഗേറ്റ് വേ കൊടുക്കണം. സോ ഗിഗാബൈറ്റ് ഈത്തർനെറ്റ് 000 ഇതാണ് ഫസ്റ്റ് നെറ്റ്വർക്ക്. അതിലേക്കായി IP അഡ്രസ് 192.168.1.1 എന്ന് കൊടുക്കുക. സബ്നെറ്റ് മാസ്ക് ബൈ ഡിഫോൾട്ട് സെയിം തന്നെയാണ്. എന്നിട്ട് പോർട്ട് ഓൺ ആക്കുക എന്നൊരു ചടങ്ങ് കൂടിയുണ്ട്. പോർട്ട് സ്റ്റാറ്റസ് ഓണിലേക്ക് കൊടുക്കണം. ഓക്കെ, സോ ഫസ്റ്റ് നെറ്റ്വർക്ക് നമ്മൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു. സോ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സ്വിച്ച് തമ്മിലായി, സ്വിച്ച് ടു റൗട്ടറും ആയി ഒരു നെറ്റ്വർക്കിൻ്റെ. ഇനി സെക്കൻഡ് നെറ്റ്വർക്കിൽ നമ്മൾ ഇതേപോലെ കോൺഫിഗർ ചെയ്യണം. അതിനായി ഫസ്റ്റ് പി സി സെലക്ട് ചെയ്യുക, അഗെയിൻ ഡെസ്ക്ടോപ്പ്, IP config 192.168.2.2. സബ്നെറ്റ് മാസ്ക് ബൈ ഡിഫോൾട്ട് സെയിം തന്നെയാണ്. ഇതേപോലെ സെക്കൻഡ് പി സി ഡെസ്ക്ടോപ്പ്, IP config 192.168.2.3. third PC IP configuration 192.168.2.4. subnet mask by default same തന്നെയാണ്. ഓക്കെ, സോ 3 കമ്പ്യൂട്ടേഴ്സ് ഓഫ് ദ സെക്കൻഡ് നെറ്റ്വർക്ക് നമ്മൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു. സ്വിച്ചിന് IP അഡ്രസ് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. റൗട്ടറിൻ്റെ സെക്കൻഡ് പോർട്ട് അഡ്രസ്, സോ സെക്കൻഡ് പോർട്ട് അഡ്രസ്സിലേക്ക് നമ്മൾ എന്താണ് IP അഡ്രസ് അല്ലെങ്കിൽ IP അഡ്രസ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. സോ വി സെലക്ട് ദ സെക്കൻഡ് നെറ്റ്വർക്ക് ഗിഗാബൈറ്റ് ഈത്തർനെറ്റ് 001. ഇതിൽ നമ്മൾ സെക്കൻഡ് നെറ്റ്വർക്കിലെ IP അഡ്രസ് സെറ്റ് ചെയ്യണം 192.168.2.1. സബ്നെറ്റ് മാസ്ക് ബൈ ഡിഫോൾട്ട് സെയിം തന്നെയാണ്. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, റൗട്ടറിൻ്റെ പോർട്ട് സ്റ്റാറ്റസ് എപ്പോഴും ഓൺ ആക്കണം. ഫസ്റ്റ് നെറ്റ്വർക്കിൽ നമ്മൾ ഓൺ ആക്കിയിരുന്നു, ഇനി സെക്കൻഡ് പോർട്ടിലും നമ്മൾ പോർട്ട് സ്റ്റാറ്റസ് ഓൺ ആക്കണം. സോ 2 പോർട്ടും ഓൺ ആയാൽ മാത്രമേ റൗട്ടർ ഫങ്ഷൻ ചെയ്യുള്ളൂ. ഓക്കെ, സോ വി ഹാവ് കംപ്ലീറ്റഡ് ദ കണക്ടിവിറ്റീസ്. 2 നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാകത്തിനായി. ഓക്കെ, സോ ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇതിൽ കളർ പാലറ്റ് യൂസ് ചെയ്യാം. ഡ്രോയിങ് പാലറ്റ് യൂസ് ചെയ്തത് നമുക്ക് ഷെയ്ഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ഫോർ ദ ഫസ്റ്റ് നെറ്റ്വർക്ക് വി ക്യാൻ സെലക്ട് ദിസ് കളർ ആൻഡ് ഈ പോർഷൻ സെലക്ട് ചെയ്യാം. Okay, so we have given green color to the first network. ഇനി ഇതേപോലെ സെക്കൻഡ് നെറ്റ്വർക്കിന് നമ്മൾ വീണ്ടും ഒരു കളർ കൊടുക്കുക. ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്.
So we have given two colors for both networks. One in green color, light green, and the other light blue color. Second network. ഇതിനെ better understand ചെയ്യാനായിട്ട് നമ്മളൊരു label use ചെയ്യുന്നു. To mark the first network 192.168.1.0. Okay, so this is our first network. 192.168.1.0 എന്ന നെറ്റ്വർക്കിലുള്ള ഫസ്റ്റ് പി സിക്ക് നമ്മൾ കൊടുത്തത് IP address 192.168.1.2, 1.3 and 1.4. അതേപോലെ for the second network നമ്മൾ കൊടുക്കേണ്ടത് 192.168.2.0. So we got the second network. Okay. Coloring ഒന്ന് adjust ചെയ്യണം. So we have completed both the networks. Second network in the network 192.168.2.0. ഇതിൽ ഫസ്റ്റ് മെഷീന് നമ്മൾ കൊടുത്തത് IP address 192.168.2.2, അടുത്തതിന് 2.3 and third PCക്ക് 2.4. ഓക്കെ, സോ ഈ രണ്ട് നെറ്റ്വർക്കിലുള്ള PCs തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ മെസ്സേജ് പാക്കറ്റ് സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റ് PCയെ സെലക്ട് ചെയ്യുന്നു ആൻഡ് സെക്കൻഡ് നെറ്റ്വർക്കിലുള്ള രണ്ടാമത്തെ PCയെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു സ്റ്റാറ്റസ് അറിയാനായിട്ട് പാക്കറ്റ് സെൻഡിങ് ഓൺ ആക്കുന്നു. So we can monitor the network. നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്വിച്ചിൽ നിന്ന് റൗട്ടറിലേക്ക് പാക്കറ്റ് സെൻഡ് ആവുകയാണ്. ആൻഡ് ഫ്രം ദെയർ ടു ദ സെക്കൻഡ് സ്വിച്ച് ആൻഡ് ഫ്രം ദെയർ ആ നെറ്റ്വർക്കിലുള്ള എല്ലാ PCയിലേക്കുമാണ് സെൻഡ് ആവുന്നത്. ഓക്കെ, അഗെയിൻ ഇറ്റ് ഗോസ് ബാക്ക് ടു ദ ഫസ്റ്റ് നെറ്റ്വർക്ക് സ്വിച്ച് ആൻഡ് ഫ്രം ദെയർ to all the PCs in the first network. So intended ആയിട്ടുള്ള പോർഷൻസിലേക്ക് കൃത്യമായി പാക്കറ്റ്സ് സെൻഡ് ആവുന്നുണ്ട്. ഓക്കെ, so this is our network topology with a single router. Thank you.